പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു വികാരമായി പടർന്ന ഫ്ലവേഴ്സ് ഇന്നു മുതൽ പേ ചാനൽ. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും കോമഡി ഉത്സവത്തിലേക്ക് സ്വാഗതം. ഇന്ന് കോമഡി ഉത്സവത്തിന് നമ്മുടെ രണ്ട് കാര്യക്കാരെ സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോദ്. ലെറ്റ്സ് വെൽക്കം ഷാജു ശ്രീധർ. പാമ്പാടി എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വെൽക്കം. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് കോമഡി ഉത്സവം പവർഡ് ബൈ ഹർലി TMT സ്റ്റീൽ ബാസ് KSFE ആൻഡ് വണ്ടർലയിൽ. ഇനി മിമിക്രി കോമ്പറ്റീഷനായിട്ട് ഇവിടെ എത്തുന്നു റിയാസ് ആൻഡ് ഷാജയ്. വെൽക്കം. രണ്ടുപേരും ഇവിടുത്തെ താരങ്ങളാണ് ഓൾറെഡി. റിയാസേ കാര്യങ്ങളൊക്കെ ഗംഭീരം. റിയാസ് മെലിഞ്ഞു കേട്ടാ, ശരിക്കും മെലിഞ്ഞു ആണോ? എന്താ ചെയ്യണേ? ചെറുതായിട്ട് ഡയറ്റ് ചെയ്യുന്നു. ഡയറ്റ് ചെയ്യണം, അത് കാണാനുണ്ട്, കൃത്യമായിട്ട് കാണാനുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ, ഞാനൊക്കെ പിടിച്ചിട്ട് നടക്കണില്ല, ഇടയ്ക്കിടയ്ക്ക് മാറി. അപ്പോൾ റിയാസേ ആരൊക്കെ ലിസ്റ്റില്? ഇന്ന് ഷൈൻ നിഗം, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഷെയ്ൻ നിഗം, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നിർമ്മൽ പാലാഴി. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ ഷാജി? എല്ലാം ഓക്കെ ആയിട്ട് പോകുന്നു അല്ലേ? ഈ മുണ്ടെടുത്ത് വന്നപ്പോ തന്നെ ഒരു ലുക്ക് വേറെ ആയി കേട്ടാ. ഓക്കെ ഷാജി ആരൊക്കെ ലിസ്റ്റില്? ഇന്ന് ചെമ്പം വിനോദ്, സുരേഷ് കൃഷ്ണ, ദുൽഖർ സൽമാൻ. ആഹാ, സുരേഷ് കൃഷ്ണയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ കൈയടി ഗാനഗന്ധർവിൽ. തീർച്ചയായിട്ടും കാര്യം. ആ ഒരു സീക്വൻസ് ഭയങ്കരമായിട്ട് അല്ല, അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ മമ്മൂക്കവിടെ പറയുകയും ചെയ്തു, ഇവൻ ജീവിതത്തിൽ അതായത് സുരേഷ് എന്നെ നോക്കിയിട്ട് സുരേഷ് ഇത്രയും ജീവിതത്തിൽ ഇത്രയും നന്നായിട്ട് കോമഡി ചെയ്ത് കാണത്തില്ല ഒരു സിനിമ എന്ന് പറഞ്ഞു. ആണല്ലേ? കാര്യം ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഹ്യൂമർ, എല്ലാത്തിനും എല്ലാ കൗണ്ടറിനും കൈയടിയാണ്. അതാണ് ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട് ആ ക്യാരക്ടർ എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ റിയാസ് നമ്പർ പറയും. നമ്പർ 5. Let's open number 5. ജോൺ ബ്രിട്ടാസ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് JB ജംഗ്ഷനിലേക്ക് ഇന്ന് വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. പിന്നെ ട്രോള് വന്നാൽ നമുക്കൊന്നും പറയാനില്ല അല്ലേ? ഓക്കെ ഷാജി നമ്പർ 7. Let's open number 7. ദുൽഖർ സൽമാൻ. നിങ്ങൾ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സിനിമ നമ്മളോട് പറയുന്ന പ്രണയകഥകളുടെ ഹാപ്പി എൻഡിങ്സ് ഒക്കെ നുണകളാണ്. ജീവിതത്തിൽ ഹാപ്പി എൻഡിങ്സ് ഇല്ല. നായകയുടെ കൈയും പിടിച്ച് സൺസെറ്റിലേക്ക് സ്ലോ മോഷൻ നടന്ന ഹീറോയെ സിനിമയിൽ മാത്രമേ കാണാൻ പറ്റൂ. റിയൽ ലൈഫ് നിങ്ങൾ കാണുന്ന എന്നെ പോലെ ആയിരിക്കും. ബാലങ്കനായിട്ടുള്ള സംഭവം അല്ലേ? ഓക്കെ അപ്പോ റിയാസ് നമ്പർ 8. Let's open number 8. ഡോക്ടർ ജാഫി. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കണ്ണിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. വിളിച്ചതെന്തിനു വീണ്ടും അല്ലേ? ഇങ്ങോട്ട് നിന്നെ വീണ്ടും വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചത്. ഷാജി നമ്പർ 2. Let's open number 2. ഷെയ്ൻ നിഗം ഇവിടെ ലിസ്റ്റിലുണ്ട്. എന്തിനാ പറയണേ? ഞാൻ പറഞ്ഞല്ലോ വേണ്ടാന്ന്. മതി 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 മതി, വടി വിഴിഞ്ഞതുപോലെ നിൽക്കാതെ വന്ന കാര്യം പറയടേ. ഷൈൻ്റെ കുമ്പളങ്കിലെ നീ എന്നെ കൊണ്ടേ പോളൂലേ കേട്ടാ. നീ നിന്റെ വീട്ടിലും പറയാ, ഞാൻ എൻ്റെ വീട്ടിലും പറയാം. നിന്റെ എന്തോ ഭാഗ്യത്തിന് ഏതോ സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി 4 ആളെ കണ്ടപ്പോൾ ഞങ്ങളെ മീൻകാരൻ നിനക്ക് പുച്ഛം. എടോ ആരോഗ്യം വെച്ചുള്ള കളി അതൊക്കെ പണ്ട് വരക്കാരെടുത്ത്. നമ്പർ 15. Let's open number 15. നിർമ്മൽ പാലാഴി. എൻ്റെ പുരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മാമൻ്റെ പുര ഇങ്ങനെ കാണൂട്ടോ. അപ്പോൾ മാമൻ്റെ വലിയ പുരയാണ്. അപ്പോൾ എനിക്ക് തോന്നി മാമൻ്റെ പുരയ്ക്ക് തീയിട്ടാലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ റേഷൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണ മേടിച്ചിട്ട് എൻ്റെ മാമൻ്റെ പുരയ്ക്ക് തീയിട്ടാലിന്. അങ്ങനെ ഞാനിങ്ങനെ കവലയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു വിഷമോ, എൻ്റെ മാമൻ്റെ പുരയല്ല കത്തുന്നത്. അപ്പോൾ കെടുത്തുന്നവർ കെടുത്തിക്കോട്ടെ വെച്ചിട്ട് ഞാനൊരു ഐഡിയ അങ്ങോട്ട് പ്രയോഗിച്ച്. എൻ്റെ മാമൻ്റെ പുര കത്തിയ സൈസ് മണ്ണാണല്ലോ വരുന്നതെന്നാണ് പറഞ്ഞാൽ. Number 10. Let's open number 10.
ചെമ്പൻ വിനോദ് ലിസ്റ്റിലുണ്ട്. ഒരു കള്ളെന്ന് വെച്ചാ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാ. ഉള്ളവൻ്റെ നിർത്തിട്ട് ഇല്ലാതെ കൊടുക്കണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. നാളെ സംക്രാന്തി തുടങ്ങാ എന്ന് വെച്ചാൽ കള്ളന്മാരുടെ വ്രതകാലം. ഈ സമയത്ത് ആരും മോഷ്ടിക്കാൻ പാടുന്ന നിയമം. പകരം അതുവരെ സമ്പാദിച്ചു വെച്ചാൽ പൈസ ഉടനെ എടുത്ത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ആഘോഷങ്ങളൊക്കെ തീരുമ്പോൾ പഴനി ചെന്ന് കാവടി എടുത്ത് വ്രതം അവസാനിപ്പിക്കുക. രണ്ടുപേരുടെ 3 നമ്പർ കഴിഞ്ഞു. ഷാജിയുടെ ഒന്ന് വരും. അപ്പോ റിയാസ് ലിസ്റ്റിൽ ഒരേ ഒരാളല്ലേ ഉള്ളൂ അല്ലേ? ആരാത്? കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഇല്ല, വേങ്ങര ഉപതെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഒരു ജനാധിപത്യ സംവിധാനമാകുമ്പോൾ പല ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതല്ലാതെ മീഡിയാസ് പറയുന്ന രീതിയിലുള്ള യാതൊരു ഇഷ്യൂ ഇപ്പം മുസ്ലിം ലീഗിലില്ല. സോ എഫ്ഐആറിൽ പറയുന്നത് പ്രായം 40-ന് മേലെ. മാൻമിസിംഗ് കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒന്നും തന്നെ അങ്ങ് മാച്ച് ആവുന്നില്ല. എന്നാൽ കൃത്യം നടന്നിട്ട് 3 വർഷത്തിന് മേലായി എന്നാണ് നിഗമനം. അന്ന് കൊട്ടാരത്തിൽ 30ഓളം ആൾക്കാർ ജോലിക്കുണ്ടായിരുന്നു എന്നാണ് എന്റെ കണക്കൂട്ടൽ. ഷാജി എന്ന് വരാം. സുരേഷ് കൃഷ്ണ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സുരേഷ് കൃഷ്ണയാണ്. പെർഫെക്ഷൻ ഏറ്റവും നല്ലതായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം നല്ലതായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ശബ്ദത്തിൻ്റെ വേരിയേഷൻസ് ചെറിയ രീതിയിലുണ്ടെങ്കിലും നന്നായി നഷ്ടമായിരുന്നു. റിയാസ് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതുപോലെ ഇടയ്ക്ക് ട്രോള് വന്നെങ്കിലും ജാസി ഗിഫ്റ്റിന്റെ പാട്ട് പാടാൻ ശ്രമിച്ചു. അതിനകത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്ന് കയറി. പക്ഷെ ചെയ്തതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും ഗംഭീരമായി. പിന്നെ റിയാസ് നമുക്കറിയാം ഇവിടെ മുമ്പ് വന്നപ്പോൾ ഞെട്ടിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. പിന്നെ ഈ പറയുന്ന പോലെ ട്രോളിൽ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാത്തൊരു സാധനം, നമ്മുടെ ലിസ്റ്റില്ലാത്തൊരു സാധനം വരുമ്പം അതിനൊരു ചമ്മലും ഇല്ലാതെയാണ് ഇപ്പോൾ ജാസി ഗിഫ്റ്റിനെ ചെയ്യുന്നുള്ളത്. പിന്നെ ഷെയ്ൻ നിഗം നമുക്ക് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എനിക്ക് തോന്നുന്നു തിരുവോണത്തിന് ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള പ്രോഗ്രാം നമ്മുടെ ആയിരുന്നു അല്ലേ? ഫ്ലവേഴ്സിനായിരുന്നു ഏറ്റവും കൂടുതൽ. കാര്യം അദ്ദേഹം വളരെ സിൻസിയർ ആയിട്ട് വന്ന അബീക്കയുടെ മോനാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞെട്ടിപ്പോയി. കാര്യം കോമഡി അവാർഡ്സിൽ അല്ലേ മിഥുൻ വിളിക്കുമ്പോൾ തന്നെ അവിടെ വന്നപ്പോൾ തന്നെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അത്രമാത്രം ഇൻവോൾവ് ചെയ്ത് എനിക്കൊന്ന് ഇങ്ങനൊരു പരിപാടിക്ക് ആദ്യമായിട്ടായിരിക്കും ഷെയ്ൻ ഇങ്ങനെ ഒരു ഫ്ലോറിൽ എത്തി നിൽക്കുന്നതിന്റെ ഒരു സംഭവം. നാദ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രോഗ്രാമിൽ ഞാൻ ഇല്ലായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നാദിർഷ, അബി, ദിലീപ് എന്നുള്ളതില് അബി എന്ന് പറയുന്ന ആൾ ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. പക്ഷെ ഇത്രയും അതേപോലെ അദ്ദേഹത്തിന് നിർത്തിയ ഫ്ലവേഴ്സ് ആ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വല്ലാത്ത, പ്രത്യേകിച്ചും അടുത്തറിയാവുന്ന നമുക്കാണത്. അല്ല അന്ന് തീർച്ചയായിട്ടും നമ്മളൊരു സമയത്തൊന്ന് ഭയങ്കരമായിട്ട് ഒന്ന് ഇതായി സങ്കടപ്പെട്ടു പോയി. കാര്യം നാദിഷിക്ക വന്നിട്ട് പറഞ്ഞാ ഇതിന് നാഷിക്ക പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ആ റൂമിൽ പോയിട്ട് നാഷിക്ക കരയുവാണ്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവന് അബിയുടെ സ്മെല്ലെന്ന് നാഷിക്ക പിടിവിട്ടു പോയി. ടെന്നി നമ്മളൊക്കെ ഉണ്ടല്ലേ. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. അപ്പം അങ്ങനെ ഒരാളെ അനുകരിച്ച് കാണുന്ന നമുക്ക് വളരെ സന്തോഷം. അത് പെർഫെക്റ്റ് ആക്കിയതിൽ നമുക്ക് 100% സന്തോഷമാണ്. ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ, ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ അടുത്ത എല്ലാ സ്റ്റാർസും ഗംഭീരമായിരുന്നു. അതുപോലെ ഷാജി, എനിക്ക് ദുൽഖറിനെ മാത്രമേ വിളിച്ചു. കാര്യം എനിക്ക് ദുൽഖറിൻ്റെ ഇവിടെ ഒരുപാട് പേര് നല്ല ഗംഭീരമായിട്ട് ചെയ്തു പോയത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ബാക്കി 2 സ്റ്റാറും ഗംഭീരമായിരുന്നു. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഈ പറഞ്ഞ പോലെ സ്പോട്ട് ഡബ്ബ് അല്ലെങ്കിൽ വിവിധ ഐറ്റംസ് ഒക്കെ ആയിട്ട് വരെ 2 പേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഷാജിടാ, 2 പേർക്ക് മാൻ ഓഫ് വാഷിംഗ് പ്രോഡക്ട്സിന്റെ സമ്മാനം. ഒപ്പം വണ്ടർലേയിലേക്കുള്ള കോംപ്ലിമെന്ററി പാസസ്. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് സ്പോട്ട് ഡബിംഗ് എത്തുന്നു റജീവൻ. ലെറ്റ്സ് വെൽക്കം. എന്ത് ചെയ്യുന്നു റജീവൻ? എനിക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണ്. അപ്പൊ അതിനോട് മിമിക്രി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അതെ. സ്പോട്ട് ഡബിംഗ് ആണ് തുടക്കത്തിൽ തന്നെ അല്ലേ? ഞാൻ ആദ്യം ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു. ഏതിലായിരുന്നു? ചാക്കോസിന്റെ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ സ്വന്തം മണിച്ചേട്ടന് വേണ്ടി ഡബ് ചെയ്യാൻ പോവാണ്. വണ്ടർഫുൾ. അപ്പൊ നേരെ സ്പോട്ടിൽ പോയിക്കോളൂ. ഇവിടെ വിഷയം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. എന്നാലും കുറച്ചു നേരം നമുക്ക് നാടൻപാട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സമയം കളയുന്നില്ല, നമുക്ക് നാടൻപാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, റെഡിയല്ലേ? ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ
കുടപ്പുഴാകെ അലഞ്ഞോ നാടി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മണിച്ചേട്ടൻ്റെ വിദ്യാഭ്യാസം എല്ലാവർക്കും അറിയാം. ഞാൻ 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം എഴുതി തോറ്റയാളാണ്. പാവനാസം இந்த படத்தில் நடிக்கும்போது ஜித்து சாருக்கும் உலக நாயகன் கமல் சாருக்கும் சுரேஷ் சாருக்கும் எல்லாருக்கும் இந்த படம் பெரிய ஹிட் ஆக்கணும். இங்கே வந்திருக்கன இத்தனை பெருசுக்கும் என்னுடைய நன்றி சொல்கிறேன். വിട്ട് തരില്ല പാപ്പാ. ഞാനും വാക്കുകൊടുത്തി പോത്തച്ച. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മരിച്ചവർക്കും കുമരങ്കിരി പള്ളിയിലെ പുണ്യാളനും അത് മാറ്റാൻ പറ്റില്ല. ഇത് ഇച്ചിരി കടന്ന കൈയായി പോയി പാപ്പാ. ഇത്രയും കാലം ഉള്ളിലുണ്ടായിരുന്ന സംഗീതം നിനക്കാരും കേൾപ്പിക്കണ്ടേ? നിന്റെ പെണ്ണിനെ നിനക്ക് വേണ്ടേ? എൻ്റെ ഇസ്തപ്പാൻ്റെ മോനാണെങ്കിൽ പറയടാ, നമ്മൾ ജയിക്കില്ലടാ മോനെ. പറയടാ, നമ്മൾ ജയിക്കില്ലേ? മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വേരിയേഷൻ ഉള്ളത്, അതിപ്പോ ലൈവിലായാലും അഭിനയത്തിലായാലും ഗംഭീരമായ വേരിയേഷൻ ഉള്ള നടനാണ് കലാഭവൻ മണി. ആ മണിച്ചേട്ടന്റെ വേരിയേഷൻസ് എല്ലാം നിങ്ങൾ ഗംഭീരമായിട്ട് ഒപ്പിയെടുത്തു. ചേട്ടാ രാജീവേ ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളി, സൂപ്പർ. കാരണം രാജീവ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നപ്പോൾ ഷാജു എല്ലാവരും പറയായിരുന്നു, കാരണം മണിച്ചേട്ടൻ നടക്കുന്ന അതേ നടപ്പ്. ഞാൻ ഫിഗർ ചെയ്യുന്നുണ്ട്. മണിച്ചേട്ടൻ്റെ 2 ഫിഗർ ഞാൻ വേദി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് നമ്മുടെ ബിനുവാടിമാലി ചേട്ടൻ്റെ കൂടെ ഒരു ഷോ ചെയ്തായിരുന്നു. പിന്നെ രജി തിരുവല്ല ചേട്ടൻ്റെ കൂടെ ഒരു ഷോ ചെയ്തായിരുന്നു. മണിച്ചേട്ടൻ്റെ 2, അതായത് ചോട്ടാ മുമ്പിലെ നടേശൻ എന്ന കഥാപാത്രവും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു. അല്ല, എനിക്കൊന്ന് രാജീവ് കറക്റ്റ് ഹൈറ്റ് ആണ് മണിച്ചേട്ടൻ്റെ ഹൈറ്റും ഭയങ്കര സാമ്യത കേട്ടോ. കാര്യം നടപ്പും എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നു ഡബ് ചെയ്തപ്പോൾ ഞാൻ പറയട്ടെ, ആദ്യം ഞെട്ടിയത് ഇവരാണ് തകർന്നു പോയത്. കാര്യം ഇവർ അറിയാതെ നോക്കിപ്പോയി. കാര്യം തുടക്കത്തിലെ മറ്റേ പാട്ടും അതുപോലെ മണിച്ചേട്ടൻ സംസാരിക്കുന്നതൊക്കെ, പിന്നെ ആമേൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. ഞാൻ പക്ഷേ ചോട്ടാമുമ്പേ പ്രതീക്ഷിച്ചു കേട്ടോ. ചോട്ടാമുമ്പയിൽ എന്തെങ്കിലും നടേശനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ഗംഭീരമായിരുന്നു കേട്ടോ. നമുക്ക് അത്ഭുതമല്ല, സന്തോഷം എന്ന് പറയുന്നത് ഇപ്പം പിഷാരയുടെ പടം, ഗാനേന്ദ്രൻ എന്ന മമ്മൂക്കയുടെ പടം, അവിടെ മമ്മൂക്ക അടുത്തായിട്ട് ഞാൻ പാടാൻ പോകുന്ന മണിച്ചേട്ടൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ എന്തൊരു കയ്യടിയാണ്. പക്ഷേ ഇപ്പോഴും നമുക്കിവിടെ ഓരോ എപ്പിസോഡിൽ ഒരാളെങ്കിലും മണിച്ചേട്ടനെ പറ്റി പറയാതെ പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഗംഭീരമായി. ഓൾ ദി ബെസ്റ്റ് രാജീവ്. രാജീവ് അസലായിരുന്നു കേട്ടോ, നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു സംസാരിക്കുന്നത്. പിന്നെ ആ പാട്ടിൻ്റെ അത് കൂടെ വന്നപ്പോൾ കറക്റ്റായിരുന്നു. വളരെ അപൂർവമായിട്ട് നമുക്കിങ്ങനെ ദൈവം തരുന്ന ഒരു കഴിവാണ്. ചില മിമിക്രി എന്ന് പറയുന്ന കല ഒരുപാട് പേർക്കുണ്ടെങ്കിലും ചില പ്രത്യേക നടന്മാരുടെ ഒരു പ്രത്യേക സ്വാധീനം, ചില അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു ആക്ടർ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അത് തീർച്ചയായിട്ടും മണിയുടെ എല്ലാ തരത്തിലും ഇപ്പോൾ ഞാൻ നടക്കുമ്പോഴൊക്കെ ഞാൻ പറയായിരുന്നു. കാരണം ആ കറക്റ്റായിട്ട് ആ ഹൈറ്റും ആ ഒരു ഫിഗറും എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ആനോ വാഷിംഗ് പ്രോഡക്ട്സിന്റെ സമ്മാനം. അപ്പം വണ്ടർലയുടെ കോംപ്ലിമെന്ററി പാസ് കേട്ടോ. ഒന്നിലും കണ്ടാലും വലിയ സന്തോഷം കേട്ടോ. ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. നല്ലൊരു ഗൈഡ് കൊടുക്കും. താങ്ക് യു. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് കോമഡി ഉത്സവം പവർഡ് ബൈ കർലി TMT സ്റ്റീൽ ബാസ് KSF ആൻഡ് വണ്ടർലയിൽ. ഇനി മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് വീഡിയോ പ്രൊഫൈലാണ്. കൊല്ലം ചാത്തന്നൂർ സ്വദേശി ശ്യാം പൊട്ടിച്ചിരിയുടെ പര്യായമാണ്. വർഷങ്ങൾ നീണ്ട ഹാസ്യ കലാജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ ഈ കലാകാരനെ തേടിയെത്തിയിട്ടുണ്ട്. നർമ്മത്തിന് പുതിയൊരു പാത വെട്ടിത്തെളിച്ച ഈ കൊമേഡിയൻ ടെലിവിഷൻ ഷോകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ്. സിനിമയിലും തന്റെ സ്വതസിദ്ധമായ കോമഡികളിലൂടെ ശ്രദ്ധ നേടുന്ന ശ്യാം രാജാതിരാജ, ഫൈനൽസ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ തിളങ്ങിയിട്ടുണ്ട്. 2019 കലാകൈരളിയുടെ ഹാസ്യരസ പുരസ്കാരം, 2018 കലാഭവൻ മണി ഫൗണ്ടേഷൻ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ഇദ്ദേഹത്തിന്റെ കർമ്മയാത്രയിൽ പ്രോത്സാഹനമായി വന്നു ചേർന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലും തമാശകളുടെ തകലടി മേളവുമായി വിജയക്കുതിപ്പ് തുടരുന്ന ഈ കോമഡി കലാകാരന് ശ്യാം ചാത്തന്നൂരിന് കോമഡി ഉത്സവത്തിന്റെ ആദരവ്. നമ്മൾ ഒരുമിച്ച് ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് നടത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ വ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്.
ഫൈനൽസിലെ താങ്ക് യു. SI ആയിട്ട് അല്ലേ? SI ആയിട്ട്. അതുപോലെ തന്നെ നമ്മളെ മാർച്ച് 2-ാം വേഴം എന്ന് പറഞ്ഞ സിനിമ അതിനകത്തുണ്ടല്ലേ? നമ്മുടെ പടമാണ്. അതെ, അതിനകത്തുണ്ട്. ഓക്കെ. അപ്പൊ അതിനകത്തെല്ലാം ഭാഗമാകാൻ സാധിച്ചാൽ അതിയായ സന്തോഷം. അങ്ങനെ സിനിമയിൽ സജീവമാവാൻ തീരുമാനിച്ചു. ജീവിക്കണ്ടേ. മിമിക്രിയിൽ എങ്ങനെയാണ് വരുന്നത്? മിമിക്രിയിൽ വരുന്നത് ചേട്ടനായിരുന്നു ആദ്യം മിമിക്രിയിലുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പോയി കണ്ട് അത് മനസ്സിലേക്ക് കയറി. പിന്നെ മിമിക്രിയിലേക്കായിരുന്നു. പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു കുറേ കാലം. ഓട്ടോറിക്ഷ ഡ്രൈവറും അങ്ങനെയുള്ള ചെറിയ കൂലിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ചേട്ടൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് മിമിക്രിയിലേക്ക് വന്നത്. ഇപ്പോൾ അതുകൊണ്ട് മിമിക്രിയിലേക്ക് വന്നതുകൊണ്ട് ജീവിതം പച്ച പിടിച്ചു. കുഞ്ഞുങ്ങളെയൊക്കെ നല്ലോണം പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വീട് വെച്ചു, വണ്ടി വാങ്ങിച്ചു, അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇതുപോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ഈ മേഖലയിൽ തന്നെ തുടരണം. പിന്നെ നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ ഞാനിപ്പോൾ ഈ വേദിയിൽ വരെ എത്തി നിൽക്കുന്നത്. അപ്പൊ അന്ന് മിമിക്രിയിലോട്ട് വരുമ്പോൾ ആദ്യം ചെയ്തിരുന്ന സംഭവങ്ങൾ എന്തായിരുന്നു? ആദ്യം ചെയ്തിരുന്നത് പിന്നെ കലാസാഗർ എന്ന് പറഞ്ഞ ട്രൂപ്പിലാണ് പോകുന്നത്. അതിനു മുമ്പ് രംഗകല എന്ന് പറഞ്ഞ ട്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉമ്മറിൻ്റെ ശബ്ദമായിരുന്നു. അപ്പോൾ 2 ടൈപ്പിലുള്ളത് ഉണ്ട്. പഴയ കാലവും അന്ന് കണ്ണ് നേരത്തെ പ്രതിവർത്തനം ഞാൻ കേട്ടായിരുന്നു. ഇങ്ങനെ കണ്ണ് വെക്കുമ്പോൾ ചിരിച്ചു പോകുന്ന ആ ഒരു 2 വേരിയേഷൻ. മോളി സൂഫി വാതിൽ തുറക്കാനാ പറഞ്ഞ് ആ ഒരു സംഭവം. പിന്നെ മാന്നാർ മത്തായി സ്പീക്കിങ്ങിൽ നമുക്ക് ചെയ്തു. ആണും പെണ്ണുമായിട്ട് എനിക്കൊരു മകളെ ഉണ്ടായിരിക്കും. അവള് പോയി. ജീവച്ഛവുമായി എൻ്റെ ഭാര്യ ദേഹത്ത് കിടപ്പുണ്ട്. മാപ്പ് തരണമെങ്കിൽ ഇനി അവൾ തരണം. അവൾ തരട്ടെ നിങ്ങൾക്ക് മാപ്പ്. പിന്നെ നമ്മുടെ TS രാജു സാറിന് അദ്ദേഹത്തിൻ്റെ ശബ്ദം ജോക്കർ എന്ന സിനിമയിലും പിന്നെ അദ്ദേഹം കുങ്കുമപ്പൂ എന്ന സീരിയലിൽ വന്നപ്പം അതിൻ്റെ വേരിയേഷൻ ആദ്യം ജോക്കർ എന്ന സിനിമയിലാണ്. ബാഗോളിക്കാതെ കണയാ പണം വേണം, പണം സുതി കൊണ്ടുവരും. പൊയ്ക്കോ കണ്ട കാലൊടിഞ്ഞേ നടുവൊടിഞ്ഞേ ഭ്രാന്ത് പിടിച്ചവനൊക്കെ തീറ്റിപ്പോറ്റി എൻ്റെ കമ്പനി പൂട്ടാറായി. ഇദ്ദേഹം കുങ്കുമപ്പൂ സീരിയലിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വേരിയേഷൻ സംഭവിച്ചു. അത് തിരുനീട്ടലും കുറുക്കലൊക്കെ ആയിട്ട് പോയി. പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രാവശ്യം എനിക്ക് ഡബ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ജയന്തി ടീച്ചറേ, നീ എൻ്റെ മറിയുടെ കൈയെടുക്കണ്ട. ഓല കണക്കിരിക്കും. സ്വന്തം മകളെ പിടിച്ച് വേലക്കാരിയാക്കിയിട്ട് അത്തിമുത്തത്ത ജയന്തി ടീച്ചറെ ഉള്ള സത്യം ഞാനങ്ങ് തുറന്നു പറയും. എടാക്കേണല്ലേ. പിന്നെ നമ്മളെ കാലാപ്പാനി സിനിമയിൽ പ്രൊഫസർ ഒരു ഓഡിയോ ഇതുണ്ടല്ലോ, ഓഡിയോ അത് ഒന്ന് ശ്രമിക്കാം. நமஸ்காரம், நான் உங்க பிரபு பேசுறேன். என்னுடைய நீண்ட நாள் ஆசை ஒரு மலையாள படத்துக்கு நடிக்கணும். அந்த ஆசை காலாபாணி படம் ஒன்று நிறைவேற்றிருக்கு. இதுக்கு டைரக்டர் பிரியதர்சன், அன்பு சகோதரன் மோகன்லால், திரு குட் நைட் மோகன் இவர்களுக்கு நன்றி சொல்ல நான் கடமைப்பட்டிருக்கேன். இதை படத்துக்கு இசை ஞானி இளையராஜா, MG ശ്രീകുമാർ, ചിത്ര ഇവர்கள் പാടിയ പാട്ട് എനിക്കെപ്പമേ എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഷോഗൺസിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് തിരുമലചന്ദ്രനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരു തരംഗമായ പാട്ടാണ് കുടിയൻ്റെ എൻട്രിയിൽ പാടുന്നത്. അത് അതാണ്. ശാന്തേ ഞാനും വരാം തൊഴിലുറപ്പ് വേല കാണാ. നിന്റെ മമ്മട്ടി എനിക്കൊന്ന് കാണണ ശാന്തേ, മമ്മട്ടി എനിക്കൊന്ന് കാണണ ശാന്ത്. മമ്മട്ടി കാലിൽ കൊള്ളല്ല ശാന്ത്, മമ്മട്ടി കാലിൽ കൊള്ളല്ല ശാന്ത്. ശാന്തേ ഞാനും വരാം തൊഴിലുറപ്പ് വേല കാണാ. കലക്കുള്ള വെള്ളത്തിലിറങ്ങല്ല ശാന്ത്, കലക്കുള്ള വെള്ളത്തിലിറങ്ങല്ല ശാന്ത്. എലിപ്പനി കൂടങ്ങ് വരുമല്ല ശാന്ത്, എലിപ്പനി കൂടങ്ങ് വരുമല്ല ശാന്ത്. ശാന്തേ ഞാനും വരാം തൊഴിലുറപ്പ് വേല കാണാൻ. ഈ തൊഴിലുറപ്പിന് പോയി നീ തറ വൃത്തിയാക്കുന്ന സമയത്ത് നീ പറയാറുണ്ടല്ലോ കല്ലും മണ്ണും ഇല്ല അവിടെ ഇല വേണ്ടെന്ന് പറഞ്ഞില്ല. കല്ലും മണ്ണും, ആ കല്ലും മണ്ണും വൃത്തിയാക്കുന്ന സമയത്ത് റേഷനറിയുടെ കല്ല് നീ വൃത്തിയാക്കിയിരുന്നെങ്കിൽ എനിക്ക് മൂത്രത്തിൽ കല്ല് വരുത്തില്ലായിരുന്നു. തൊഴിലുറപ്പുകാരാണ്, അടിക്കരുത്. അല്ല, ശ്യാമിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, നമ്മള്
ഭയങ്കരമായ അടുപ്പമുള്ള നമ്മുടെ ഒരു ബ്രദറിനെ പോലെയാണ്. പിന്നെ ഇതുപോലെ ടൈമിങ് അപാരമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഗംഭീര ആർട്ടിസ്റ്റാണ് കേട്ടോ. ഇപ്പം ഇതിന് പറഞ്ഞ പോലെ ഞാൻ ഫൈനലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ ശ്യാമനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്യാമ ഗംഭീരമായിട്ട് ചെയ്തു. കാര്യം നമ്മളൊക്കെ സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആർട്ടിസ്റ്റാണ്, സാധ്യതയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ കോമഡി സ്റ്റാർട്സിൽ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഗസ്റ്റായിട്ടൊക്കെ ഇവിടെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മളെ ഈ ഐറ്റംസ് ചെയ്യാനായിട്ട് വിളിക്കും. അപ്പോൾ എനിക്ക് ഈ ശ്യാമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെൻഷനില്ല. ഈ അടുത്തിടെ പോയപ്പോൾ ഒരു ഐറ്റം അവിടെ പറഞ്ഞൊരു 10 മിനിറ്റ് പറഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറി ഒരു ഐറ്റം ട്രാഫിക്കിന്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കയറി. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ സിങ്ക് ചെയ്ത് പോകാൻ പറ്റിയ ആർട്ടിസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്താലും ഇപ്പം ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓൾറൗണ്ടായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റാണ് ശ്യാം. ശ്യാമിന് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടും. സിനിമയിൽ ശ്യാമിൻ്റെ ആയിട്ടുള്ള ഒരു കസേര ഒഴിച്ചിട്ടുണ്ട്. ശ്യാമെ ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് പേര് ശ്യാം, ഞാൻ സ്കിറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഞാൻ പ്രസന്റ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു സന്തോഷവും സുഖമൊക്കെ ഉണ്ടാകുന്നത്. എന്നാലും വളരെ മനോഹരമായിരുന്നു. ഒരുപാട് പരിചയപ്പെടണമെന്ന് മനസ്സിൽ കണ്ട കാരണം നോബി ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഇത് വേറൊരു മേഖലയാണല്ലോ, വരാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ 55-ാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും വരുന്നത്. അതുവരെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോഴെങ്കിലും ഒന്ന് നേരി കണ്ട് പ്രചോദനമൊക്കെ പിന്നെ നമ്മൾ സ്റ്റേജിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് വൈകുന്നേരത്ത് ഫുഡ് കഴിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടാറുണ്ട്. വർഷത്തിൽ ഒരു 5-6 തവണ എങ്ങനെയായാലും കണ്ടുമുട്ടും. അപ്പോൾ കാണാൻ പറ്റാത്തത് ഇങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരു എന്താ പറയുക, ഇത്രയും മിടുക്കന്മാർ, ഇത്രയും കഴിവുള്ള കലാകാരന്മാരെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. തീർച്ചയായും നമ്മുടെ ഒരു കാലത്തുള്ള ആ സൗഹൃദ വലയം മാത്രം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു. അതെ, ഇവിടെ വന്നപ്പം വേറൊരു കാര്യം മനസ്സിലായ സന്തോഷമായത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേറെ എങ്ങും കാണാത്ത ഒരു ഉത്സവം തന്നെയാണ്. ആരും അങ്ങോട്ട് ഒരു മാറ്റി വെക്കുന്ന തരത്തിലല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഉത്സവം എന്നും ഇങ്ങനെ കൊടിയേറി തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരവധി ചിരിമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരൻ ശ്യാം ചാത്തന്നൂറിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. ഒപ്പം ആനോ വാഷിംഗ് പ്രോഡക്ട്സിന്റെ ഗിഫ്റ്റ് ഹാമ്പർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്സിന്റെ കോംപ്ലിമെന്ററി പാസ്. വളരെ സന്തോഷം. വലിയ ഭാഗ്യം ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ നാടിനും ഈ ഒരു സമ്മാനം എൻ്റെ ചാത്തന്നൂർ എന്ന് പറഞ്ഞ നാടിനും എൻ്റെ വീട്ടിലെ എൻ്റെ ഫാമിലിക്കും ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവരും നല്ലൊരു കാര്യം. ആനോ വാഷിംഗ് പ്രോഡക്ട്സ് കോമഡി ഉത്സവം പവർഡ് ബൈ കൈർലി TMT സ്റ്റീൽ ബാസ്, KSFE ആൻഡ് വണ്ടർലയിൽ ഇനി വൈറൽ വീഡിയോ സെഗ്മെന്റ് ആണ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. മലയാളികൾ തകർത്തു വാരുന്ന കോമഡി ഉത്സവ വേദിയിലേക്ക് പാട്ടിന്റെ സുഗന്ധവുമായി എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി. പശ്ചിമ ബംഗാളിലെ ആലിപൂർ ഡിസ്ട്രിക്റ്റിൽ ലങ്കാപാട ഗ്രാമത്തിലാണ് കുശാലിന്റെ കുടുംബം. കേരളത്തിൽ കായംകുളത്ത് 3 വർഷമായി രാഗം ബേക്കറി എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് കുശാൽ. ഗിറ്റാർ, തബല, പിയാനോ തുടങ്ങിയവ സ്വന്തമായി വായിക്കുന്ന ഇദ്ദേഹം പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായത് ജോസഫിലെ പൂമുത്തോളെ എന്ന ഗാനം ആലപിച്ചതിലൂടെയാണ്. കായംകുളം KSRTC സ്റ്റാൻഡിലെ ഓട്ടോ സുഹൃത്തുക്കൾ കുശാലിനെ കൊണ്ട് ഈ ഗാനം പാടിപ്പിക്കുകയും അത് ഫേസ്ബുക്കിലൂടെയും മറ്റും വൈറലാകുകയും ചെയ്തതിലൂടെയാണ് കുശാൽ കേരളത്തിലുടനീളം ഒരു സെലിബ്രിറ്റി ഇമേജിലേക്ക് എത്തുന്നത്. സ്വാഗതം കുശാലിന് കോമഡി ഉത്സവത്തിന്റെ ഈ മഹനീയ വേദിയിലേക്ക്. മലയാളം പറയൂലേ? അതെ, വയനാട് ഓഫ് കോഴ്സ്. അതെ പറയാം. പറയൂല്ലേ? പറയാം. എത്ര നാളായി ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവിടെ കേരളത്തിൽ ഞാൻ 3 വർഷമായിട്ട് കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനകത്ത് നമ്മുടെ യമണ്ടം പ്രേമകഥയിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, ബംഗാളി വന്നിട്ട്. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ജീവിതം വളരെ സൃഷ്ടിപരവും നമ്മുടെ സുഖകരവുമായിട്ടൊക്കെ പോകുന്നു പറയും. ഇതെന്ത് മലയാളം? പക്ഷേ നല്ല അസലായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ കുശാൽ. അസലായിട്ട് മലയാളം പറയും. അവിടെയുള്ള കൂട്ടുകാർ പഠിപ്പിച്ചാണോ മലയാളം, അതോ വേറെ എഫേർട്ട് എടുത്ത് പഠിച്ചാണോ? ചെറിയ സ്വന്തം എൻ്റെയും പ്രയാസമുണ്ട്, എന്നെ എല്ലാവരും സഹായിക്കുന്നുണ്ട്. എല്ലാം ഇഷ്ടം മാറി എനിക്ക് ബുദ്ധിമുട്ടുകൾ ശബ്ദം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം പഠിച്ച വാക്ക് ഏതാ മലയാളത്തിൽ?
ഇല്ല ഇല്ല. കടയിൽ വന്നിട്ട് എന്തെങ്കിലും സാധനം ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയാനാണ് പഠിച്ചത് അല്ലേ? അല്ല എന്താ വേണം, എന്ത് വേണമെന്ന് ചോദിച്ചു. കഴിക്കാൻ എന്തൊക്കെ വേണോ അങ്ങനെയൊക്കെ. ആ രാഗം ബേക്കറിയിൽ ഒരു സാധനം വിറ്റുപോകാതിരിക്കണം നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഇല്ലല്ലോ പറയത്തില്ല. അപ്പൊ നമുക്ക് വേണ്ടി ഇത് പാട്ട് പാടുമല്ലേ? അതും പാടും. ആരാണ് ഈ വീഡിയോ എടുത്ത് ഇതിലിട്ടെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടത്? എൻ്റെ നിസാം ചേട്ടാ ഉണ്ടായിരുന്നു. അവന് കായംകുളത്ത് ഓട്ടോ ഡ്രൈവറാണ്. നമ്മുടെ കായംകുളത്ത് നിസാം, അതായത് കോമഡി ഉത്സവത്തിൽ വന്ന നിസാം. അതെ. അപ്പോ വീഡിയോ എടുക്കുന്ന ആളാണ് മറ്റേ രാജേഷ് അണ്ണാണ്. അവന് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടത്. എനിക്കറിയില്ലായിരുന്നു എത്ര ഫേമസ് ആവും. ഇപ്പൊ കായംകുളത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോ ആൾക്കാർ മുഴുവൻ തിരിച്ചറിയുണ്ടോ? സെൽഫി എടുക്കണ്ടോ ആൾക്കാർ? എല്ലാവരും സെൽഫി
അതാണ് ഇപ്പോഴത്തെ ചോദ്യം. കൗശൽ ये कौन है आप കുശാൽ മനസ്സിലായില്ല സർ. മനസ്സിലായില്ല? ഇത് ആളാരെന്ന് മനസ്സിലായില്ല? ഇല്ല. ഈ പാട്ട് ആരാണ് പാടിയതാരാ? പാടിയത് എനിക്കറിയില്ല, പക്ഷേ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ. അത് ജോസഫിലെ പാട്ടുകളെല്ലാം ഇഷ്ടമായോ? ഇഷ്ടമായി. ആണോ? എന്നാ ആ പാട്ടുകളുടെ മ്യൂസിക് ചെയ്ത ആളാരെന്നറിയോ? ഈ നിൽക്കുന്ന രഞ്ജിൻ രാജ്. രഞ്ജിനെ ഇങ്ങനെ വന്നാൽ ശരിയാവില്ല. ഞാൻ ഒന്നും കൂടെ അവിടെ പോയിട്ട് ആ ടൈറ്റിൽ മ്യൂസിക് വരണം. ആ ടൈറ്റിൽ മ്യൂസിക് കമ്പോസ് ചെയ്ത് വെച്ചേക്കണ ആളെ ഇച്ചിരി നല്ല മനുഷ്യനാണ്. വളരെ നല്ല മനുഷ്യൻ. അപ്പൊ പുള്ളിയുടെ മ്യൂസിക് നമ്മൾ വെറുതെ അങ്ങനെ കളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് അങ്ങനെ രഞ്ജിന് സ്വന്തം മ്യൂസിക്കിന് നടക്കാനുള്ള ഭാഗ്യം. കോമഡി ഉത്സവത്തിന്റെ മ്യൂസിക് ഡയറക്ടർ, കോമഡി ഉത്സവത്തിന്റെ തീം മ്യൂസിക് ചെയ്ത ആള് പുള്ളിയുടെ സ്വന്തം മ്യൂസിക്കിനനുസരിച്ച് ഇവിടെ എൻട്രി നടത്താൻ പോവാണ്. മ്യൂസിക് കുശാൽ. രഞ്ജിൻ, നമ്മുടെ സംഗീതത്തിന്റെ വിജയമാണത്. ഭയങ്കര സന്തോഷം. കാരണം ഓസ്കാർ കിട്ടിയ പോലെയല്ലേ ഇത്? അല്ലേ? കാരണം മറ്റൊരു ഭാഷയിലുള്ള വ്യക്തി ഇത് പഠിച്ച് ആ ഈണം കറക്റ്റായിട്ട് പാടുക എന്ന് അത് കേട്ടപ്പോ ശരിക്കും വണ്ടർ അടിച്ചു പോയി. അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാടും, അതെ, കുറെ പേര് പൂമത്തോളെ പാടുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ അങ്ങ് പാടുന്ന വിചാരിക്കുന്നുണ്ട്. ഇത് വേറെ ലെവലിൽ പാടി. എനിക്ക് തോന്നുന്നു മലയാളികൾ പാടുന്ന വലിയൊരു കൈയ്യടി കൊടുക്കണ്ടേ? ഞാൻ ഒരാഗ്രഹം പറഞ്ഞോട്ടെ, നമ്മുടെ ബംഗാളിയായ കുശാലും രഞ്ജിനും കൂടി ചേർന്ന് ഇത് പാടണം എന്നുള്ള. തീർച്ചയായിട്ടും പാടും. കുശാൽ, എല്ലാം മനസ്സിലാവുന്നില്ലേ? അല്ലേ? ഇപ്പൊ സംഭവിച്ചെന്താ മനസ്സിലായ? മ്യൂസിക് ഡയറക്ടറാണ് വന്നേക്കണത് കുശാലിനെ കാണാൻ. കുശാല് പാടിയ പാട്ടിന്റെ ഗംഭീരമായിട്ട് പാടി. കാരണം ഞാൻ ഇത് പഴയ നമ്മളെ ഹിന്ദി സോങ്സ് കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ്സ് എനിക്ക് കുശാലിന്റെ ശബ്ദത്തിലും സിംഗിങ് സ്റ്റൈലിലും ഒക്കെ ഫീൽ ചെയ്തു. ഇനി ഭാവിയിൽ നമുക്ക് കുശാലിനെ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ പടങ്ങളിൽ ഇത്തരം ഒരു സന്ദർഭം വരികയാണെങ്കിൽ 100% ഉപയോഗിക്കാം. വിതൗട്ട് എനി ഡൗട്ട്. എനിക്ക് ഒരു കാര്യം समझ में आ रहा है आपको सिनेमा में ले गया एल्दो ने सिनेमा करता ठीक है വേറൊരു പാട്ടും കൂടി പാടി കേൾക്കണം ആഗ്രഹമുണ്ട്. കുശാലിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് നമുക്കൊന്ന് കേൾക്കാം. കേൾക്കണം. ഞാനൊരു കാര്യം പറയട്ടെ പ്രജോട്ട, ഷാജോട്ടാ, നമ്മുടെ എല്ലാവരും ഓഡിയൻസ് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് മിഥിലാജ് നമ്മുടെ ഡയറക്ടറെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ കുശാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ബംഗാളിയാണ്, പുള്ളി ഇങ്ങനെ പൂമുത്തോളെ പാടുന്നുണ്ട്. അപ്പം നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണല്ലോ രഞ്ജിനെ വിളിച്ചിട്ട് പറഞ്ഞു എടാ നിന്റെ പാട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് രഞ്ജിനെ അറിയാം. കാരണം രഞ്ജിൻ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരെ നമ്മൾ ശ്രമിച്ചപ്പോഴും നല്ല തിരക്കുള്ള മനുഷ്യനാണ്. ആവശ്യത്തിലേറെ തമിഴ് ഉൾപ്പെടെ ഇപ്പൊ ജോസഫിന്റെ തമിഴിൽ വരെയും മ്യൂസിക് ചെയ്യുന്ന ആളാണ്. പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടാ ഞാനും ഉണ്ട് ആ പരിപാടിക്ക്, ഞാൻ എങ്ങനെയാലും എത്തിക്കോളാം വരാമെന്ന് ഇങ്ങോട്ട് ഇയാളെ കാണാൻ വേണ്ടി വന്ന ആളാണ്
അതിന് താങ്ക്സ് ഏട്ടാ. കുശാലേ ഏക്ക് ഓർ ഗാന മലയാളത്തിൽ പറഞ്ഞല്ലോ. ഒന്നുകൂടെ ഒരു പാട്ടും കൂടി. ഇഷ്ടമുള്ള പാട്ട് ഏതാ? മണിച്ചേട്ടന്റെ പാട്ടാ? മണിച്ചേട്ടന്റെ ഒരു പാട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ട്രാക്ക് ഇടൂ. ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മിൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മിൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പലിക്കരി മിൻ ജമീനെ പെണ്ണിന്റെ പൊട്ടില് നെയ്യുള്ള വിടക്കണ മീനാനേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മിൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പലിക്കരി മിൻ ജമീനെ പെണ്ണിന്റെ പൊട്ടില് നെയ്യുള്ള വിടക്കണ മീനാനേ. Okay, everybody dance. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടൻ കാലിക്കിന്റെ കച്ചോടം. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടൻ കാലിക്കിന്റെ കച്ചോടം. അന്നത്തെ ചന്തലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടൽ മീനായി. അന്നത്തെ ചന്തലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടൽ മീനായി. ചാലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള മിൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പലിക്കരി മിൻ ജമീനെ പെണ്ണിന്റെ പൊട്ടല് നെയ്യുള്ള വിടക്കണ മീനാനേ. അപ്പോ കുശാൽ അമേസിംഗ് കേട്ടോ. പിന്നെ ഒന്നുകൂടി കാര്യമുണ്ടായിരുന്നു. ഈ എൻ്റെ വീഡിയോ വൈറലായത് അപ്പോൾ പാലക്കാടിൻ്റെ എൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ വിളിച്ചിട്ട് അവൻ്റെ ഒരു പാട്ട് എനിക്ക് പാടാൻ വേണ്ടി തന്നായിരുന്നു. അപ്പോൾ പുള്ളിയുടെ പേര് മുരളി അപ്പാദത്ത്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുണ്ടോ മാസേൻ്റെ പാട്ടും ഞാൻ പാടാം. ആൽബമുണ്ട്, ഇപ്പൊ പുതിയ ഇറങ്ങിയതേ ഉള്ളു 2 ദിവസം മുമ്പ്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം പുള്ളിയുടെ ഒരു 4 വരിയും കൂടി പാടാം അല്ലേ? ഓക്കെ ശരി. മന്ദാരം പൂക്കുന്ന പൂമലയിൽ കുന്നോലം താളം തുള്ളും തേൻ പുഴയിൽ. മന്ദാരം പൂക്കുന്ന പൂമലയിൽ കുന്നോലം താളം തുള്ളും തേൻ പുഴയിൽ. മോനരാഗം മീട്ടും വീണേ ചൊല്ലാമോ പുഞ്ചിരി ചുണ്ടിൽ വന്നില്ലേ. മന്ദാരം പൂക്കുന്ന പൂമലയിൽ കുന്നോലം താളം തുള്ളും തേൻ പുഴയിൽ. സ്വന്തമായിട്ട് പാടിയ പാട്ടാണ്. അപ്പൊ എന്തായാലും കൊണ്ടുപോവാ അല്ലേ? ഉറപ്പായിട്ടും കൊണ്ടുപോകാം, ഞാൻ തീരുമാനിച്ചു. 100% കൊണ്ടുപോകാം. രഞ്ജിത്ത് തന്നെ അഭിപ്രായം പറയും പുള്ളിയുടെ കാര്യത്തിൽ ഏറ്റവും അതാ പറഞ്ഞു. നമ്മള് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ശ്രേയ ഘോഷാൽ മലയാളി അല്ലെങ്കിലും മലയാളത്തിന് ഒരുപാട് തൃപ്തിപ്പെടുത്തുന്ന പാട്ടുകൾ തന്ന ഒരു പാട്ടുകാരിയാണ്. അപ്പൊ അതുപോലെ മലയാള സിനിമയ്ക്ക് ഒരു കൾച്ചർ ഉണ്ടല്ലോ, അതിനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി കുശാൽ അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് അതിൽ ഒരുപാട് അഭിമാനിക്കാം, ഒരുപാട് സന്തോഷിക്കാം. കുശാലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട്. കുശാലേ, ഈ ഒരു ഒറ്റ പാട്ട് മതി കുശാലിന്റെ ജീവിതം കുശാലാകാൻ. അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ദൈവം ഓരോരുത്തരെ നിയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്കെന്ന് പറയുന്ന പോലെ എവിടെയോ കിടക്കുന്ന കുശാൽ വന്ന് ഇവിടെ വന്ന് പൂമുത്തോളം എന്ന് പറയുന്ന മലയാളം പാട്ട് പാടുന്നു, അത് വൈറലാകുന്നു. പിന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു സാധനമുണ്ട്, ഈ പാട്ട് പഠിച്ച് പാടാൻ ഭയങ്കര പാടാണ് രഞ്ജൻ. അല്ല, ആണല്ലേന്നല്ല, പലരും പാട്ട് കുളവാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പല പരിപാടിക്ക് പോയിട്ട് അല്ലേ. കാര്യം അതിനകത്ത് ഓരോ സംഗതി അത് ആഴിത്തിരമാലയുടെ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ എന്തായാലും പോയി. അല്ല, അത് ഞെട്ടി കയ്യിൽ പോയി. ഞാൻ തന്നെ ഇന്ന് രാവിലെ ഒരു കോളേജിൽ പോയിട്ട് ആഴിത്തിര എത്തിയപ്പോൾ വെള്ളി. പിന്നെ കുശാലിനെ നമിക്കേണ്ടത് ഇതിനകത്ത് തബല വന്ന് അത് കഴിഞ്ഞ് വായിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, അത് ടൈമിംഗ് എന്ന് പറയുന്നത്. എനിക്ക് കുശാലിനെ നോക്കി എന്താ വെച്ചാൽ ആ മൈനസ് ട്രാക്ക് ഇട്ട് പാടിയപ്പോൾ തബല വന്ന് അവിടെ ചെറിയ ടൈമിംഗ് ഇഷ്യൂ വന്നു. പുള്ളി വളരെ ഈസി ആയിട്ട് അത് മാനേജ് ചെയ്തു. അത് മനഃപൂർവ്വം ചെയ്യാനല്ല, അത് സെൻസാണ്, അത് ആ താളബോധമാണ്. അപ്പൊ അതുണ്ട്. ദൈവാനുഗ്രഹത്തിൽ പുള്ളിക്ക്
അത് ഇൻഹറന്റ് ആയിട്ട് കിട്ടിയൊരു കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ ഇൻബിൽറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുശാല് നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു മ്യൂസിഷ്യൻ ആണെന്ന് നമുക്ക് 100% ഉറപ്പിച്ച് പറയാം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കും പറയാനുള്ള കണ്ടിരിക്കുന്നവരോട് നല്ല പ്രോഗ്രാം കൊടുക്കുക. കാര്യം 100% ഒരുപാട് വേദികൾ കൊടുക്കുക. നല്ലൊരു കലാകാരനാണ്. ഒരുപാട് പാട്ടുകൾ പാടാനുള്ള, ഒരുപാട് പാട്ട് പാടുന്നുണ്ടല്ലോ, മലയാളം പാട്ട് ഒരുപാട് പാടുന്നുണ്ട്. ആലോചിക്കണേ, പഠിച്ചില്ല. അല്ല ബംഗാളിലായിരുന്നപ്പോ പാടുമായിരുന്നോ? പാടുമായിരുന്നു. അല്ല, സ്കൂളിൽ പഠിച്ചിട്ട് സ്കൂളിൽ ചെറുതായിട്ട് പിന്നെ പാടുമായിരുന്നു. അന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? സിംഗിങ്ങിലും കിട്ടിയില്ല. നേരത്തെ ഞാൻ ഡാൻസർ ആയിരുന്നു. ഓ അത് ശരി, അതിലാണ് സമ്മാനങ്ങൾ. ഡാൻസറിൽ സമ്മാനം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരി, വീട്ടിലെ പ്രശ്നമായിട്ട് കൊണ്ട് ഡാൻസർ മാറി. അറിയാം. പിന്നെ ആലോചിക്കണേ, നമ്മുടെ അവിടുത്തെ ഒരുപാട് കലാകാരന്മാർ വരെ അല്ലേ നമ്മുടെ ഇവിടെ വന്നിട്ട് അവരിവിടെ ജോലി ചെയ്തല്ലേ അവർ ജീവിക്കുന്നത്. അവർക്ക് ഇങ്ങനെ കിട്ടണ ഒരു വല്ലപ്പോഴുള്ള ഒരു അവസരമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ മാക്സിമം പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് അല്ലേ ഷാജേട്ടാ? ഷാജേട്ടാ പറയും. കുറച്ച് കാലമായി ജോസഫ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാളികൾ മൂളി നടക്കുന്ന ഒരു ഗാനമാണ് ഈ പറയുന്നത്. രഞ്ജന തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കും. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഓർമ്മയിൽ എന്നും മൂളി നടക്കുന്ന ഒരു പാട്ടാണ് പൂമുത്തോളെ എന്ന് പറയുന്ന ഈ പാട്ട്. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ജോസഫ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുകയും അതിൻ്റെ സംവിധായകൻ പത്മകുമാറിനെ കുറിച്ചും പറയണം. കാരണം ഞാൻ സിനിമ സ്വപ്നം കണ്ടു തുടങ്ങുന്നത് പപ്പേട്ടൻ എന്ന് പറയുന്ന എൻ്റെ അയൽക്കാരനുമായ പപ്പേട്ടൻ്റെ സിനിമ. അപ്പോൾ അദ്ദേഹത്തെ നാട്ടിലെ ഏറ്റവും വലിയ സിനിമാക്കാരൻ. അപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ അറിഞ്ഞു രഞ്ജൻ പാലക്കാടാണെന്ന് പറഞ്ഞു. അപ്പോൾ പാലക്കാട് നമുക്ക് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷം. പക്ഷേ ഭാഷയ്ക്ക് അതിർവരമ്പുകളില്ല എന്ന് തെളിയിച്ചത് കുശാല് പാടിയപ്പോഴാണ്. കാരണം ഇത് അന്യനാട്ടിൽ നിന്നും വന്ന ഒരാൾ, ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾ ഇത് പാടിയപ്പോൾ, അതും ഇത്ര മനോഹരമായി പാടിയപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് രഞ്ജനായിരിക്കും. അപ്പോൾ ഇത് പ്രേക്ഷകർ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാവാൻ പോകുന്നതും ഈ എപ്പിസോഡ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ കുശാൽ, ഓൾ ദി ബെസ്റ്റ്. ഒരു വലിയ ഗായകനായിട്ട് വണ്ടർഫുൾ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സമ്മാനമുണ്ട്. വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിന്റെ സമ്മാനം, ആനോ വാഷിംഗ് പ്രോഡക്ട്സിന്റെ സമ്മാനം. പക്ഷെ ഇതിനൊക്കെ പുറമെ രഞ്ജിൻ ഇത് കണ്ടിട്ട് ഒരു സമ്മാനം. സത്യം മിഥുൻജി, ഞാൻ ഈ പാട്ട് കുശാൽ പാടുന്ന കേൾക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ കണ്ടെത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു സമ്മാനം, നമ്മളെ കൊണ്ടാവുന്ന പോലെ ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞാണ്. അപ്പോഴാണ് എനിക്ക് ഫ്ലവേഴ്സിന് കോൾ വരുന്നതും ഇന്ന വ്യക്തി ഇവിടെ വരുന്നു പാടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വണ്ടിയും പിടിച്ച് ഓടി അങ്ങ് എത്തി. ഡെഫിനറ്റ്ലി എനിക്കൊരു സമ്മാനം കൊടുക്കണം. രഞ്ജിന്റെ കൈ കൊണ്ട് തന്നെ തുറന്നു നോക്കണ്ടേ? ആകാംക്ഷയില്ലേ? തുറന്നു നോക്കണ്ടേ? ആഹാ, ഒരു പ്രോപ്പർ അക്കാസ്റ്റിക് ഗിറ്റാറാണല്ലേ? വായിക്കാൻ അറിയാമോ? വായിക്കാൻ എനിക്കും അറിയില്ല. അങ്ങനെ ആക്ച്വലി മിഥുൻജി, ഞാൻ യൂട്യൂബ് നോക്കി ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ഗിറ്റാർസ് വായിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അക്യൂസ്റ്റിക് ഗിറ്റാർ എപ്പോഴും ഹെൽപ്ഫുൾ ആവുകയുള്ളൂ ഏത് മ്യൂസീഷ്യനും. ഉറപ്പായും ട്യൂണിങ്ങിലാണേലും അല്ലേ? എന്തായാലും സെലക്ട് ചെയ്ത ഇൻസ്ട്രുമെന്റ് തെറ്റിയില്ല, പെർഫെക്റ്റ് ആയിരുന്നു. അതെ അതെ. അപ്പോ ഈ ഒരു മൊമെന്റ് അല്ലേ നമുക്ക് ഈ ഒരു എപ്പിസോഡ്, ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് നല്ലൊരു മൊമെന്റ് ഉണ്ടോ? ഉറപ്പായിട്ടും ഉത്സവം കൊടിയിറക്കാൻ ഇതിൽ നല്ലൊരു മൊമെന്റ് ഇല്ല. അടുത്ത ഉത്സവത്തിൽ കാണുമ്പോൾ